ആലത്തൂർ എരട്ടക്കുളത്തെ അസീസിയ ഹോസ്പിറ്റലും സംയുക്തമായി ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. ആ മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡിലെയും ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടിയും കൂടി സംഘടിപ്പിക്കുകയുണ്ടായി. അത് 2016 കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള LDF ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഒരു വിഷനാണ് കേരളത്തിലെ മാലിന്യമുക്തമായ ഒരു ഗ്രാമപഞ്ചായത്തും കേരളവും. ആ 2016 ആ പദ്ധതി വളരെ നല്ല രീതിയിലാണ് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിൽ വലിയ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനത്തെ ഒന്ന് ആദരിക്കുക എന്നുള്ളത് ഒരു മാനുഷിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്തത്. വീടുകളിലൊക്കെ പോകുമ്പോൾ അവരിനെ വളരെ മോശമായി പറയുക, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ ആ തൊഴിൽ ചെയ്യുന്ന സഹോദരിമാർക്ക് ഒരു ആവേശം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് നന്നായി നടപ്പിലാക്കി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസീസിയ വലിയൊരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ മാനേജ്മെൻറ്റും വായനശാലയോട് നല്ല സഹകരണമാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ചികിത്സ സഹായം, ഇപ്പോൾ ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്ത് പോകുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ മിതമായ റേറ്റിന് ചികിത്സ ലഭ്യമാക്കുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA ആയ CK രാജേന്ദ്രനാണ്. ആദരിക്കുന്ന പരിപാടി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണിയാണ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുണ്ടായിരുന്നു, ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നാടിന് ആവശ്യമായ പ്രവർത്തനം വായനശാല ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്.